ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് കേട്ടോ, എൻ്റെ ഗാർഡനില്. അതുപോലെ തന്നെ വളരെ സന്തോഷത്തിലാണുള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളോട് കൂടി പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. വളരെ ചെറിയൊരു വീഡിയോ കേട്ടോ. നമ്മുടെ ചാനൽ തുടങ്ങിയ ശേഷം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് യൂട്യൂബിന്റെ ഫസ്റ്റ് റവന്യൂ. അപ്പൊ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ യൂട്യൂബിന്റെ റവന്യൂ എത്ര കിട്ടിയെന്നൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ നമ്മൾ നേരിട്ട് കാണുമ്പോഴായാലും കമന്റിലൂടെ ആണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, വീഡിയോക്ക് ക്ലാരിറ്റി കുറവാണെന്നുള്ളത്. അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ ആദ്യം ചാനൽ തുടങ്ങുമ്പോൾ ഈ ഒരു റോസ് 6 അങ്ങനെ ഈ ഒരു ഫോണിലാണ് ഞാൻ തുടങ്ങിയത്. ഇതിപ്പോ ആകെ പന്നലായി മൊത്തത്തില് പോയി. ഇതിപ്പോ നന്നാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോഴാണ് ഞാൻ പുതിയൊരു ഫോൺ റെഡ്മി 13 Pro വാങ്ങിച്ചത്. അപ്പോൾ അതും ചെറിയ ക്ലാരിറ്റിക്ക് ഉള്ളൂ, എന്നാലും 4K കിട്ടും, സ്റ്റെബിലിറ്റി ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഭയങ്കര ക്ലാരിറ്റി ഐഫോണിൽ എടുക്കും പോലെയോ അല്ലെങ്കിൽ ക്യാമറ ഫോണിൽ എടുക്കും പോലെയോ അങ്ങനെയൊന്നും കിട്ടത്തില്ല. പിന്നെ ഉള്ളത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് മോശമാണെന്ന് പറയുന്ന ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. പേര് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. ഞാനൊരു പ്രൊഫഷണൽ എഡിറ്റർ ഒന്നും അല്ല. എനിക്ക് അറിയാവുന്നത് പോലെ ചെയ്തിടുകയാണ്. ഇപ്പൊ കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഈ ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഫോണിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ പരിമിതികളും ഉണ്ട്. പിന്നെ നമ്മൾ പ്രീമിയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, സാധാ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്ന. പിന്നെയുള്ളത് എൻ്റെ വോയിസ് ആണ്. അപ്പോൾ അത് ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ വരില്ല. ഞാൻ ഒരുപാട് എഡിറ്റ് ചെയ്താണ് വോയിസ് ഓവർ കൊടുക്കുന്നത് പോലും. എനിക്കിങ്ങനെ ഓൺ വോയിസിൽ ഇങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അതും അത്ര നന്നായിട്ടൊന്നും ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും എന്റെ എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്നവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നവരൊക്കെ അതൊക്കെ ഒന്ന് പരിഗണിച്ചാൽ നന്നായിരുന്നു. കാരണം നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കൊരു സ്റ്റേജിൽ കയറിയോ ഒരു പെർഫോമൻസ് ചെയ്തോ ഒന്നും എനിക്ക് പരിചയമില്ല. എന്റെ ഫേസ് കാണിക്കാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള കുറവുള്ള ഒരാളായിരുന്നു. ചില സമയത്ത് നെഗറ്റീവ് കമന്റ് ഒക്കെ കാണുമ്പോൾ തോന്നും നിർത്താം, ഇനി ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ നാളിങ്ങനെ മിണ്ടാതിരിക്കും. പിന്നെ തോന്നും എന്തിനാ നിർത്തുന്നത്, ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്ത് ആണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് ഇപ്പോൾ 1 വർഷമാവുന്നു തോന്നുന്നു. 1.5 വർഷമാവും. പിന്നെ നമ്മുടെ റവന്യൂവിന്റെ കാര്യം, യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ടാവും. അവരുടെ മാക്സിമം കൊടുത്തിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും കഷ്ടപ്പെട്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ഇപ്പൊ ഒരു യൂട്യൂബിന് ഒരു ഷോർട്സിൽ 1000 വ്യൂസ് ഒക്കെ കിട്ടിയാലും നമുക്ക് 0.01 പൈസയാണ് കിട്ടുന്നത്. ആ ഒരു പൈസ ഒരു 100 പൈസ ആകുമ്പോഴാണ് നമുക്ക് $1 ആവുന്നത്. അത്രയും സ്ട്രഗിൾ ചെയ്ത് വരണം. അപ്പോ എന്തായാലും നമ്മുടെ റവന്യൂ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്ര വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ചാനൽ ഒരു ചെറിയ ചാനലാണ്. അതിന് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ സാലറി എന്ന് വെച്ചാല് 10-നും 15-നും ഇടയ്ക്കുള്ള ഒരു തുകയാണ്. യൂട്യൂബിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ഈ ഒരു തുകയുടെ കൃത്യമായ കണക്ക് നമുക്ക് പറയാൻ പാടില്ല യൂട്യൂബ് ചാനലിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നിയമം ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നിയമാനുസൃതമായിട്ട് നമുക്കിങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്ര ഒരു തുകയാണ്. അപ്പൊ എല്ലാവരോടും ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക്, വിമർശിച്ചവർക്ക്, കളിയാക്കിയവർക്ക്, എപ്പോഴും കളിയാക്കുന്നവർക്ക്, അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട്. കാരണം അതൊക്കെ കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.